ഈ മരിച്ചവരെ മാത്രമാണ് കാണാൻ പറ്റുന്നത്, അല്ലാത്തവരെയൊക്കെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഈ പെണ്ണുങ്ങളെ വളർത്താൻ വേണ്ടി ടിപ്സ് ഓരോ സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ ചിരിപ്പിക്കുന്നു അങ്ങനെ രീതിയിലൊക്കെ ചെയ്യുന്നത്. ഈ ചോദ്യം എന്നോട് പേഴ്സണലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്റർവ്യൂ പബ്ലിക് വേദിയിൽ ആദ്യമായിട്ടാണ് എന്റെ ഒരു മനുഷ്യൻ ചോദിക്കുന്നത്. പനന്തൂന്റെ മുന്നിൽ ആര് വന്നിട്ട് കള്ളം പറഞ്ഞാലും മനസ്സിലാവാൻ പറ്റും കള്ളാണോ സത്യമാണോ എന്നുള്ളത്. വിശ്വാസം അല്ല മതത്തിൽ അല്ലെങ്കിൽ എന്താണ് സീക്രട്ടിന്റെ മോട്ടോ? ടൈറ്റിൽ ഇങ്ങനെയാണ്, എ ഷോ ഫ്രം ദ ഹാർട്ട്, ഹൃദയം കൊണ്ട് എഴുതിയൊരു ഷോ. നിങ്ങൾ വരുന്ന സമയത്ത് എനിക്കറിയാം പലരും പല പല ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എത്ര വലിയ ഒക്കെ അല്ലാത്ത ആൾക്കാരായാലും കുറച്ച് നേരം ഒരു 2-2.25 മണിക്കൂർ തിയേറ്ററിൽ നമ്മൾ നോർമലി സിനിമ കാണാൻ പോകുന്നത് പോലെ തന്നെ ഈ ഒരു ലൈവ് പെർഫോമൻസ് കാണുന്ന സമയത്ത് അവർക്ക് ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നല്ല മൊമെന്റ്സ് കൊടുക്കുക. അതുപോലെ ഷോ കഴിഞ്ഞ് വെറുതെ കൈയടിച്ച് പോവുക എന്നുള്ളതല്ല, ലൈഫിൽ കുറേ നാൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറേ നല്ല മൊമെന്റ്സ് അവർക്ക് കിട്ടണം എന്നുള്ള ഇന്റൻഷനിൽ തുടങ്ങുന്നതാണ്. ഇപ്പൊ എനിക്കൊന്നും മെന്റലിസം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇച്ചിലൂടെ താങ്കളാണ് ഫസ്റ്റ് മലയാളികൾക്ക് ഇച്ചിലൂടെ നോൺ ആയിട്ടുള്ളത്. അതിനുശേഷമാണ് റീൽസിലൂടെ അല്ലെങ്കിൽ ആളുകൾ മെന്റലിസം എന്താണ്, പഠിക്കണം, എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്നുള്ള ആളുകൾ റിയലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സ്ട്രീറ്റ്സിലും. അതായത് ഇത് ശരിക്കും മെന്റലിസം എന്ന് പറയുന്ന പ്രോസസ്സ് അത് ഒരേ സമയം നല്ലതുമാണ്, അതായത് അതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇതെങ്ങനെയാണ് അത് ആളുകൾക്ക് എത്രത്തോളം പഠിക്കുന്നത് നല്ലതാണ്, അതേപോലെ ദോഷവശങ്ങളും ഉണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? രണ്ട് വിഭാഗം ആൾക്കാർ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന് പഠിപ്പിക്കുന്നവർ, രണ്ട് പഠിക്കുന്നവർ. പഠിപ്പിക്കുന്നവരോടാണ് അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഒരുപാട് കോഴ്സ് എന്ന് പറയുന്നതിനേക്കാളും ക്യാമ്പ് കോഴ്സസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു മാസം കൊണ്ടൊരു റാപ്പിഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് ഇതാണ് മെന്റലിസം എന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യുന്ന കുറേ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ശരിക്കും അതല്ല മെന്റലിസം. മെന്റലിസം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഇൻഡെപ്ത് പോകുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടാണ്. അപ്പോൾ അത് അത്രയും ഒതന്റിക് ആയിട്ടുള്ള അടുത്ത് നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പഠിച്ചിറങ്ങുന്ന ആൾക്കാർ, നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കുറേ മാജിക്കിൻ്റെ എലമെന്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഹിപ്നോസിസ് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്രയും ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും കുറേ ട്രോമാസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക, അത്രയും ഒതന്റിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ പഠിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടര മണിക്കൂർ ഒരു ഷോ ആണെന്ന് പറയും. അപ്പൊ 2.5 മണിക്കൂറിന്റെ ഒരു ഷോ എന്നുള്ളതല്ല, 2.5 മണിക്കൂറിന് വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻ ചെറുതായിരിക്കത്തില്ല, ഒരു വലിയൊരു ക്രൂ തന്നെ ഉണ്ടാവണമല്ലോ. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? തിയേറ്റർ ഷോയിൽ ഞങ്ങൾ നേരത്തെ കോർപ്പറേറ്റ് ഇവന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഷോയ്ക്ക് എങ്ങനെ ഒരു 40+ ക്രൂ ഉണ്ട്. പ്രൊഡക്ഷൻ, മീഡിയ ക്രൂ, നമ്മുടെ ഷോയ്ക്കുള്ള ബാക്ക് സ്റ്റേജിലുള്ള കുറേ അസിസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഇതൊരു വലിയ ടീമാണ്. അപ്പോൾ നാട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, നമ്മുടെ ടീമെല്ലാം ഉണ്ട്. പക്ഷേ വിദേശത്ത് ചെയ്യുന്ന സമയത്ത് റീസെന്റ് നമ്മൾ ഓസ്ട്രേലിയയിലും UK-യിലായിരുന്നു ലാസ്റ്റ് ടൂർ കഴിഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ ലിമിറ്റഡ് ആൾക്കാരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബട്ട് ഓവറോൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ്. കാര്യം എൻ്റെ ടീം എന്ന് പറയുന്നത് ടീമിലുള്ള ആൾക്കാരാണ് ഇവരുണ്ട്. നിതു, നിർമ്മൽ, അപ്പോൾ അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ്. നിതു ടീമിലെ ഒരു മെയിൻ ഒരു സ്റ്റാഫാണ്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു പ്രൊഫഷണലി ബന്ധം അതൊന്നുമല്ല, ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു സൗഹൃദമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്താണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ മെന്റലിസം ശരിക്കും പഠിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഉള്ളിനോട് കഴിവുകൊണ്ടാണോ? നല്ല ചോദ്യം. അത് മെന്റലിസം പഠിക്കാൻ പറ്റുന്ന ഒരു കലയാണ്. പിന്നെ ഉള്ളിൽ നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ നമുക്കതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ പാട്ട് പാടുന്നവര് പാട്ട് പഠിക്കാതെയും നന്നായിട്ട് പാടുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അവരെ നമുക്ക് മെന്റലിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഏത് കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അറിയാന്നുള്ളവരുണ്ട്. അവരൊന്നും മെന്റലിസം പഠിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു കോഴ്സായിട്ട് അറ്റൻഡ് ചെയ്ത് അതും ഇനിഷ്യലി മാജിക് തന്നെ പഠിക്കണം. ഡയറക്റ്റ് പോയി മെന്റലിസം പഠിക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. മാജിക് ആണ് എനിക്ക് അടിത്തറ. അപ്പം മാജിക് പഠിച്ചിട്ടേ മെന്റലിസത്തിലേക്ക് വരാവും. അപ്പോൾ എല്ലാ കാര്യത്തിനും അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട്
ചെയ്തിട്ടുണ്ട് ഞാൻ. ലാലേട്ടന്റെ ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ. മണിച്ചിത്രത്താഴ് കണ്ട് എനിക്ക് ഭ്രാന്തമായിട്ട് ആ കഥാപാത്രത്തോടും ആ സിനിമയോടും ഒക്കെ വല്ലാത്തൊരു പ്രണയം തോന്നി, ഒരു ഇഷ്ടം തോന്നി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ലാലേട്ടന്റെ ആ കഥാപാത്രം പോലെ അവൻ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് മാജിക്കിലേക്കും മെന്റലിസത്തിലേക്കും ഒക്കെ എത്തി. ഈ ബ്ലാക്ക് മാജിക് മെന്റലിസം ഇതിൽ തമ്മിൽ മൂന്നെണ്ണത്തിൽ വ്യത്യസ്തപ്പെടുത്തണ എന്താ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും സാമ്യത ഉണ്ടോ? ബ്ലാക്ക് മാജിക് മെന്റലിസം ഇതിൽ രണ്ട് സാധനങ്ങളെ നിലവിലുള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. ബ്ലാക്ക് മാജിക് എന്നൊരു സാധനം ഇല്ല, അത് വെറുതെ ഒരു ടേം പറയാന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അത് ബ്ലാക്ക് മാജിക് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ആർട്ടിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ ആൾദൈവമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ. അപ്പം എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് ഞാൻ എന്തിനാ ഷോയിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ മനസ്സ് വായിച്ച് ശരിക്കും എനിക്ക് അതീന്ദ്രൻ ജ്ഞാനം ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ ഇനിഷ്യലി നിങ്ങളൊന്ന് പ്രീവിയസ്ലി ഒരു 10 വർഷം ബാക്കുള്ള ഇന്റർവ്യൂസ് എടുത്താലും ഇവിടെ ഒരിടത്തും നമ്മൾ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എല്ലായിടത്തും ഈ ആർട്ട് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്യൂർലി പറയുന്നുണ്ടായിരുന്നു മെന്റലിസം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. പ്രാക്ടീസ് കൊണ്ട് ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറെ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫേക്ക് പരിപാടിയാണ്. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഈ മരിച്ചുപോയവരെ മുന്നിൽ കൊണ്ടുവരുന്നത് റിയൽ ആണോ? മരിച്ചുപോയവരെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ ഒരു തോന്നലാണ്, അത് തോന്നിപ്പിക്കുന്നതാണ്. അപ്പം ഇതാണ് റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ഞാനത് അതിനെപ്പറ്റി കൂടുതൽ ഒരുപാട് സംസാരിച്ചായിരുന്നു അതിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പം ഒരുപാട് റീസെന്റ് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ആയ ഒരു ടോപ്പിക് ആയിരുന്നു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ പേരെന്തായിരുന്നു, മേഘയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മേഘയ്ക്ക് ഒരുപാട് അറിയുന്ന ഒരാള് മേഘ വിട്ട് പോയി, ഒരു സുഹൃത്ത്. അപ്പോ ഒരു 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ മേഘ കംഫർട്ടബിൾ യൂസ്ഡ് ആണ്. ആ ഒരു പെയിൻ മറക്കാൻ പറ്റില്ല, എന്നാലും പെയിനോട് യൂസ്ഡ് ആണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മേഘയ്ക്ക് ആ ഫ്രണ്ടിനെ കാണിച്ചു തരാമെന്ന് പറയുന്നു. മേഘ ആ ഒരു ട്രാൻസ്മോർട്ടിക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് മേഘ ചിലപ്പോൾ പേഴ്സണലി ചിലപ്പോൾ ഡിസ്കംഫർട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ സ്വപ്നത്തിൽ ചിലപ്പോൾ അതേയാളിനെ കാണുന്ന രീതിയിൽ ലൈക്ക് ഇങ്ങനെ നമ്മൾ മറന്നൊരു ഓർമ്മയല്ലേ, അപ്പോൾ അത് പിന്നെയും നമ്മൾ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത് സൈക്കോളജിക്കലി ടേംസ് എല്ലാം വെച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പല രാജ്യങ്ങളിലും ഇത് ബാൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരുപാട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചതാണ്. അപ്പം എനിക്ക് മനസ്സിലാവും ആൾക്കാർ അവരുടെ ഇമോഷൻസിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. കാര്യം നമുക്ക് ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരെ കാണാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ഇതിലുള്ള ഇഷ്യൂ ഇതാണ്. ഒന്നാമത് ഇത് പ്രോപ്പറായിട്ട് പഠിച്ച ആൾക്കാരല്ല ഇത് ചെയ്യുന്നത്. പ്രൊഫഷണലി ഹിപ്നോതെറാപ്പിയൊക്കെ അത്രയും അക്കാഡമിക് അല്ലെങ്കിൽ പ്രൊഫഷണലി പല രാജ്യങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള ആൾക്കാർ പോലും ഇതങ്ങനെ പബ്ലിക്കിലൊന്നും അങ്ങനെ സ്ട്രീറ്റിലൊന്നും പോയി അങ്ങനെ ചെയ്യാറില്ല. കാര്യം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. രണ്ട്, ഇപ്പോൾ ഈ സംഭവം ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ടെക്സ്റ്റ് ഞാൻ തന്നു കഴിഞ്ഞിട്ട് ഒരു മാസം നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ്, ഈ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് വരാൻ പറയാണ്. വിത്തിൻ കുറച്ച് പീരീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവം ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ വിഷയം നിങ്ങൾ ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ അത് പഠിക്കുന്നുള്ളൂ. ഹിപ്നോട്ടിസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയുടെ സാധ്യതകൾ, ഇതിന്റെ ഡീപ്പായിട്ട് നമ്മൾ പോകണം. ഒരു ടോപ്പിക്ക് നമ്മൾ പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് വെച്ച് ഡീൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അല്ലാത്ത പക്ഷെ അത് ചെയ്യാൻ പോകരുത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഉണ്ടായതാണ്. വളരെ ഷോർട്ട് പീരീഡിൽ കുറെ ആൾക്കാർ പഠിപ്പിക്കാൻ വന്നു ഹിപ്നോട്ടിസം. കുറെ ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിലാണ് ഞാൻ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് വന്ന കമന്റ് ആക്ച്വലി പ്രൊഫഷണലി കൊണ്ട് പറയുന്നതാണ്. എനിക്ക് അവരോടൊക്കെ അസൂയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് ഇത് എനിക്ക് മതി, നിർത്താം, ഇങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തി, ഞാൻ വല്ലതും മലയും കയറാൻ പോയി. എനിക്ക് അങ്ങനെ കുറെ ഭ്രാന്തുകളൊക്കെ. അപ്പം എനിക്കങ്ങനെ ഈഗോ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും സ്നേഹത്തോടെയാണ്, അത് പെർഫോമേഴ്സിൻ്റെ അടുത്തും അത്രയും സ്നേഹത്തോടെയാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന പഠിക്കുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ആൾക്കാരെ ട്രോമാസിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. ഇതിന് മാത്രമേ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ആരോടും ഒരു ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം, മാജിക് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഉയർന്നു ഒരുപാട് പേരുണ്ട്. ഞാൻ അത്രയും റെസ്പെക്റ്റോടെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലായിടത്തും സ്നേഹം മാത്രമാണ്. പക്ഷേ
ഒരു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. പ്രത്യേകിച്ച് എന്നോടാണ് ഇത് ഇനിഷ്യലി ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിച്ചിരുന്നത്. ഇപ്പോൾ പരിചയമുള്ള കുറെ ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ഇവരെല്ലാം ഈ പ്രശ്നം വലുതായ സമയത്ത് എന്നോടാണ് ചോദിക്കുന്നത് ആദ്യം ഇവരെന്തായി കാണിക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ അത് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട എന്റെ കടമയാണ്. അതുകൊണ്ടാണ് അതിനെ പറ്റി സംസാരിച്ചത്. ഒരുപക്ഷെ ഇപ്പൊ ഇതുപോലുള്ള ഇഷ്യൂസ് നടക്കുമ്പോൾ അതിന് ഈ മേഖലയിൽ നിൽക്കുന്ന താങ്കളെപ്പോഴുള്ള ഇതിനൊരു ലീഗൽ വശം എന്തെങ്കിലും അന്വേഷിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ നമ്മുടെ ഇന്ത്യയിൽ? ചാൻസ് ഉണ്ടോ വരാനായിട്ട്? ഇന്ത്യയിൽ ഇതുവരെ നിലവിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാൻസിലൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വിസിറ്റ് ചെയ്ത കുറേ കൺട്രീസിൽ ഇത് ബാൻഡാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറച്ച് ഫോറിനേഴ്സ് ഉണ്ട്, ഇത് ലീഗലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ രാജ്യങ്ങളിൽ അത് ബാൻഡാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. അത് അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ അവർ അതിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. പക്ഷെ നിലവിൽ നാട്ടിൽ അങ്ങനെ എൻ്റെ അറിവിൽ നിയമമില്ല. ശരിക്കും അത് ഒരു മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ശരിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ ലൈഫിനെ ബാധിക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിലെങ്കിലും റെസ്ട്രിക്ഷൻ വരുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തോ ഇതേപോലൊരു സെറ്റ് അത് ക്രിയേറ്റ് ഒരു ഫിലിം എക്സ്പീരിയൻസ് കൊടുക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ഒരു ചെറിയൊരു 1-2 ഓഡിയൻസ് അല്ല, ചിലപ്പോൾ ഒരു വലിയൊരു ബിഗ് തിയേറ്ററിലുള്ള അത്രയും പേരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പ്ലഷർ കൂട്ടുന്ന ചെറിയൊരു കാര്യമില്ല. അപ്പൊ അതിൽ എത്രത്തോളം പ്രിപ്പറേഷൻസ് വേണ്ടി വന്നിട്ടുണ്ട്? ഇതിപ്പോ കേരളത്തിൽ ഇപ്പം കുറച്ച് ഷോസ് ആയിട്ടുള്ളൂ, ഇതൊന്നും ചെയ്തിട്ടുണ്ടോ? അപ്പൊ എത്രത്തോളം വേണ്ടി വരുന്നുണ്ട്? ഓരോ ടൈപ്പ് ഓരോ പുതുമയായിരിക്കുമല്ലോ. ഒരു തവണ ചെയ്ത റിപ്പിറ്റേഷൻ വരാതിരിക്കാൻ വെച്ച് നോക്കില്ല. നമുക്കൊരു പ്രിഫറൻസോ അങ്ങനെ റെഫറൻസോ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിട്ട് സീറോയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഓരോ ചെറിയ മൈനോട്ട് സാധനം പോലും 1-2 വർഷം അങ്ങനെ എടുത്തിട്ടാണ് ഇതിന്റെ ബിൽഡ് ചെയ്ത് വന്നത്. പിന്നെ ഇതിന്റെ ഒരു സാധനം അസംബിൾ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ രാജ്യത്തു നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്തുനിന്നും അങ്ങനെ ഫുള്ളായിട്ട് കളക്ട് ചെയ്താണ് ഓരോ സാധനം ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറെ വർഷത്തെ എഫേർട്ടാണ് ഇങ്ങനെ സെറ്റ് വരുന്നത്. ഓഗസ്റ്റ് 2 പ്രേക്ഷകർ നൽകാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ ആർട്ട് ഡയറക്ടർ ഇൻട്രോവേർട്ട് ആണ്. എന്റെ അടുത്ത് പ്രത്യേകം പറയാം, എന്റെ അടുത്ത് ചോദ്യം ഒന്നും ചോദിക്കില്ലെന്ന് പറയാം. എന്ത് കോമ്പറ്റീഷൻ? മീൻസ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് ഫീൽഡായാലും നമ്മുടെ ഏറ്റവും വലിയ ഓപ്പണന്റ്, നമ്മളെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ നമ്മളാണ്. മൈസെൽഫ് എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് എന്നോട് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും എത്രമാത്രം ഇംപ്രവൈസേഷൻസ് ആണ് എനിക്ക് വന്നതെന്ന് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. വേറൊന്നും എൻ്റെ വിഷയമല്ല. ഈ മെന്റലിസം പഠിച്ചതുകൊണ്ട് ഇപ്പൊ സുഹൃത്തുക്കളായാലും വീട്ടുകാരായാലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അവര് കള്ളത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഇവരുടെ അടുത്ത് ചോദിക്കണം. എന്താന്ന് വെച്ചാലേ ചില കാര്യങ്ങള് പെയിൻഫുള്ളി നമുക്ക് മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ നിൽക്കേണ്ടി വരും. അതിന് മെന്റലിസം ഒന്നും പഠിക്കണമെന്നില്ല. ശരി, റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെയല്ലേ. ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളടുത്ത് വന്നിട്ട് ഒരു കള്ളം പറയുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കില്ലേ. അപ്പൊ അത് മെന്റലിസം പഠിച്ചാലും മെന്റലിസം പഠിച്ചില്ലെങ്കിൽ അത് പെയിൻ തന്നെയാണ്. അപ്പം അത്രയും പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശരിക്കും മെന്റലിസം പഠിക്കണമെന്നില്ല. അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ സിറ്റുവേഷനിൽ ഇപ്പോ യൂസ്ഡായി ഞാനത് എക്സ്പ്രസ് ചെയ്യാറില്ല ഒരുപാട്. അനന്തുവിന്റെ മുന്നിൽ ആര് വന്നിട്ട് കള്ളം പറഞ്ഞാലും മനസ്സിലാവാൻ പറ്റും അത് കള്ളാണോ സത്യമാണോ എന്നുള്ളത്. ഒരു പരിധി വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ലാംഗ്വേജ് അനാലിസിസിൽ ഒരു ക്ലസ്റ്റർ ഓഫ് പാറ്റേൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം യൂട്യൂബിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് കുറെ ബ്ലണ്ടേഴ്സ് ഉണ്ട് ശരിക്കും. അതായത് ഒരു 10 ബോഡി ലാംഗ്വേജ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൈ തലയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, മൂക്ക് ചൊറിഞ്ഞാൽ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കള്ളത്തരം പറയുന്നതുകൊണ്ടാണ്. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും റീൽസിലൊക്കെ. ബാക്കിലേക്ക് കൊണ്ടുപോകാം, ബാക്കിലേക്ക് ഇപ്പൊ തല ചൊറിഞ്ഞാലും കൊണ്ടുപോയില്ലേ. അപ്പം എപ്പോഴും അത് കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ക്ലസ്റ്റർ ഓഫ് പാറ്റേൺസ് ആണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ചുമച്ച സമയത്ത് അവിടെ ഡിസ്കംഫേർട്ട് വന്നു, അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ താഴേക്ക് നോക്കി, അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഫിംഗേഴ്സ് ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സോറി, ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. ഇച്ചിരി ആൻഷ്യസ് എന്തൊക്കെയോ ലൈക്ക് തോട്ട്സിൽ, അതായത് നമ്മുടെ ബ്രെയിനിൽ കോഗ്നിറ്റീവിലോട് കൂടുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രീതിങ് പാറ്റേൺസിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസിൽ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഇപ്പോൾ പ്രോയിലിബൈറ്റിംഗ് ഈ ഒരു സാധനം ക്യൂരിയോസിറ്റിയുടെയും ആന്റിസിപ്പേഷന്റെ ഒക്കെ ഒരു ഭാഗമാണ്.
അപ്പൊ ഇങ്ങനെ കുറെ ഡീറ്റെയിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒബ്സർവ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് പോസ്ചർ ഒരു കംഫർട്ടാണ്. അതിപ്പോ മാറ്റിക്കണോ? അല്ല, ഞാൻ ജോസഫ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ ജോർജ് ജോർജ് ഒരു കുറ്റാന്വേഷണം കണ്ടെത്തുന്നത് അയാൾ ഹൈഡ് ചെയ്യണത്, അയാൾ എന്താണ് 2 കൈക്ക് കെട്ടി പിടിക്കുമ്പോൾ അയാൾ എന്തോ ഹൈഡ് ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നോർമലി ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ. ഇപ്പൊ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ശരിക്കും ഹൈഡ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് കൈ കൂട്ടി കെട്ടുന്നതാണെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ തവണയും അത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കൾച്ചറൽ ഡിഫറൻസസ് കൊണ്ട് മാറാം. ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യങ്ങൾ, മെയിൽ ആൻഡ് ഫീമെയിൽ, അതിൽ ആ ഒരു ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് മാറാം. ലാംഗ്വേജ് ഡിഫറൻസ് വരുന്ന, ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് ഇത് മാറാം. ഇങ്ങനെ പല രീതിയിലും ഇതിന് മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജും കേരളത്തിലുള്ള ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജും രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും. സോ ഇതിന് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത് എല്ലാ കൾച്ചേഴ്സിലുള്ള ആൾക്കാരെയും നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ പോകണമെന്നില്ല. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അവരുടെ വാക്കിങ്ങും അവരുടെ ലുക്കും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ വേ ഓഫ് ടോക്കിംഗ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരൊറ്റ സാധനം വെച്ചിട്ട് നമുക്ക് എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പെണ്ണുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ടിപ്സ് ഓരോ സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ചിരിപ്പിക്കുന്നു, അങ്ങനെ രീതിയിലൊക്കെ ചെയ്യുന്നത് ഈ ചോദ്യം എന്നോട് പേഴ്സണലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിൽ പബ്ലിക് വേദിയിൽ ആദ്യമായിട്ടാണ് എന്റെ ഒരു മനുഷ്യൻ ചോദിക്കുന്നത്. എന്ത് ടിപ്പാ വേണ്ടേ? പേരെന്താ? ഞാൻ നോർമലി ചോദിക്കുകയാണ്. ഇപ്പൊ കുറെ ആയല്ലോ, അപ്പൊ എന്തെങ്കിലും നിലവിലെ ഞാനിവിടെ പെണ്ണുങ്ങളെ വളരെയാണോ ചെയ്യണേ? അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇത് നമ്മ എന്തായാലും ക്യൂരിയോസിറ്റിക്ക് ഇത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. തുടക്കത്തിലത്തെ സ്റ്റേജ് ഞാൻ പറയുന്നത്. ഇത് ശരിക്കും അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളും അങ്ങനെ ഒരു രീതിയിൽ അതിനെ മിസ്യൂസ് ചെയ്യില്ല, ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കണം. എന്തോ ഞാനോ? ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചു. രേഷ്മ എന്റെ ഫ്രണ്ടാണല്ലോ, ചോദിച്ചു രേഷ്മേനോട്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഫ്രണ്ട് സർക്കിളിൽ ഇപ്പം മെന്റലിസ്റ്റ് എന്നതുപോലെ അനന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ് ചില സമയം. പക്ഷെ അതേ സമയം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് സൈലന്റ് ആയിട്ടും പോകുന്ന സമയങ്ങളുണ്ട്. പക്ഷെ കംഫർട്ട് സോണിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാരായിട്ട് എനിക്ക് ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇന്ററാക്ഷൻസ് സമയത്ത് നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലാതെ പറയുന്ന ചില എലമെന്റ്സ് ചിലപ്പോൾ അവർക്ക് കണക്ട് ആയിട്ട് അവർക്ക് അങ്ങനെ ഒരു വോ ഫാക്ടർ തോന്നും. അതൊരിക്കലും അങ്ങനെ വളയ്ക്കാനൊന്നും ചെയ്യുന്നില്ല. അതേപോലെ ഇപ്പൊ നോർമലി പറഞ്ഞല്ലോ, മുന്നിൽ നിൽക്കുന്ന ആൾ എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു അഡ്വാൻറ്റേജ് ആണ്, അതേപോലെ ഡിസഡ്വാൻറ്റേജും ആണ്. എന്താണ് ഏതാണ് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാവും. നമുക്കത് പുറത്ത് പറയാനും പറ്റത്തില്ല, എന്നാൽ ഇത് അകത്ത് വെക്കുകയും ചെയ്യണം. നമുക്ക് അതേപോലെ എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. ഒരാളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോർമൽ ഹ്യൂമൻ ബീങ്സ് പറഞ്ഞ ഒരു ആവറേജ് ലെവലില് ചുറ്റുപാടുള്ളവരെ ഉണ്ടേലുണ്ട്, ഇല്ലേ ഇല്ല, ആണേലാണോ ഇല്ലേ ഇല്ല, അങ്ങനത്തെ ഒരു ട്രാക്കാണ്. പണി കിട്ടിയെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഒന്ന് കരയും, ചിലപ്പോൾ ഒന്ന് ചിരിക്കും, അങ്ങനത്തെ ഒരു മോഡലാണ്. പക്ഷെ ഇത് ഓൾറെഡി അറിയാം എന്നുള്ള സ്റ്റേജിൽ നമ്മൾ അങ്ങനെ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് നമുക്ക് തന്നെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് ശരി എപ്പോഴാണ് തോന്നിയിട്ടുണ്ടോ ഇത് പഠിച്ചതും ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ ഇനിഷ്യലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആ സ്റ്റേജിലൊക്കെ എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. പിന്നെ അത് യൂസ്ഡ് ആയി. ഇതൊക്കെ എനിക്കൊന്നും ഈ സംഭവം സ്റ്റേജൊക്കെ ഉണ്ടായിരുന്ന കോളേജിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നെ ഇറ്റ്സ് എ പ്രൊഫഷൻ എന്നുള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ആ തോട്ട്സ് എല്ലാം പോയി. അപ്പൊ അതിനെ കുറച്ചുകൂടെ ഒരു മെച്ചൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ആഗസ്റ്റ് 2 ഇപ്പോ ഒരു ഇവന്റ് നടക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാ പ്രേക്ഷകനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്ന ചെറിയൊരു പ്രോസസ് അല്ലേ. അപ്പൊ വരുന്ന പ്രേക്ഷകൻ അവരുടെ കംഫർട്ട് നോക്കണം, അവരുടെ സീക്രട്ട്. കയറി വരുന്ന ഒരാൾ സ്റ്റേജിൽ കയറി വാ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് കയറി വരുമ്പോൾ മൈൻഡിലുണ്ടോ എന്റെ സീക്രട്സ് വിളിച്ച് പറയുമോ? എന്താണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഡാർക്ക് സീക്രട്സ് എല്ലാവർക്കും ഉണ്ടാവും. വിളിച്ച് പറയുമോ അല്ലെങ്കിൽ എന്താണ്, അവിടെ ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും. അപ്പം എല്ലാ പ്രേക്ഷകനെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്ന ചെറിയൊരു പ്രോസസ് അല്ലേ. അപ്പം എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, എത്ര ടഫാണത്? മണിച്ചിത്രത്താഴ് ക്ലാസിക് ആയിരുന്നു. 99% ആൾക്കാർക്ക് മണിച്ചിത്രത്താഴ് ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ 1% ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല. സെയിം ഇത് തന്നെയാണ് സംഭവം. ഷോയ്ക്കകത്ത് വരുന്ന ഒരു ഇത്രയും പേരെയും ഹാപ്പി ആക്കാൻ നമ്മൾ നമ്മുടെ എക്സ്ട്രീം നമ്മൾ ശ്രമിക്കും. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് 10 പേർക്കും 10 രീതിയിലായിരിക്കും ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എഫക്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചിലപ്പോൾ മറ്റൊരാൾക്ക് അതായിരിക്കില്ല ഇഷ്ടപ്പെടുന്നത്, വേറൊരു എലമെന്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. കാര്യം അതിൻ്റെ അകത്ത് എല്ലാം കുറെ ഇമോഷൻസിൽ കൂടെ ഒരു ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇതിന്റെ
ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കുറച്ച് ഒരു സ്കെയർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ജേണിയാണ് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഫീൽ ഗുഡിലേക്ക് പോയി. അപ്പോൾ പേടിപ്പിക്കുന്ന സിനിമകളും പേടിപ്പിക്കുന്ന കഥകളും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതായിരിക്കും, ആ ഫിയർ എലമെന്റ് ആയിരിക്കും ഏറ്റവും ഇഷ്ടമാവുക. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടാമത്തെ പോർഷൻ ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ അതുകൊണ്ട് മിക്സ്ഡ് ഓഫ് ഇമോഷൻസ് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും എവിടെയൊക്കെ അവരെ പിടിച്ചിരുത്താം, എവിടെയൊക്കെ അവർക്ക് ഒരു ഹൈ കിട്ടും എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം കുറെ വർഷം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇന്റൻഷൻ ഇത്രയായിരുന്നു, എന്തായാലും ഇത് ഇത്രയും വലിയ രീതിയിൽ ഒരു ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് വെറുതെ ഞങ്ങൾ കുറെ പേര് വരുന്നു, ഷോ ചെയ്യുന്നു, ഞങ്ങൾക്ക് കുറെ റെമ്യൂണറേഷൻ കിട്ടുന്നു, ക്രൂ എല്ലാവരും ഹാപ്പി ചെയ്യുന്നു, അതല്ല. അതിനപ്പുറത്തേക്ക് വരുന്ന ഓരോ ആൾക്കാർക്കും അവർക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവണം. കുറെ വർഷം കഴിഞ്ഞാലും എന്നെയോ സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞ വാക്കോ ഷോയുടെ ഫോട്ടോസോ ഇവരെയൊക്കെ കാണുന്ന സമയത്ത് ഈ ദിവസം ഒരു ഷോയ്ക്ക് വന്ന സമയത്തുള്ള ഏതെങ്കിലും ഒരു മെമ്മറി അവർക്ക് ഹിറ്റ് ചെയ്യണം. ഇതൊക്കെ ഇനിഷ്യലി ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ 2, ഇപ്പോ എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് ഷോയുടെ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത ഒരു സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് മൊമെന്റ്സ് സമ്മാനമായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം അവരത് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഷോയുടെ ഒരു ഹൈലൈറ്റ് അനന്തുവിന്റെ ഇൻട്രൊഡ്യൂസ് BGM ആയാലും മ്യൂസിക് ആയാലും ഇത് നമ്മൾ ടീം തന്നെ കമ്പോസ് ചെയ്ത് ഒറിജിനലായിട്ട് തന്നെ കമ്പോസ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു മിഡ് പോർഷൻസ് എല്ലാം, അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇത്ര സെക്കൻഡ് കോപ്പിറൈറ്റ് ഉണ്ടല്ലോ അതിന് താഴെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്താണ് കോപ്പിറൈറ്റ് കണ്ടന്റ് ഒക്കെ ഇടുന്നത്. അല്ലാതെ നമുക്കൊരു മ്യൂസിക്കൽ ഒരു ടീം ഉണ്ട്. അപ്പൊ അവര് ഡിസൈൻ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, അവര് കമ്പോസ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈൽഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു ഫോളി സൗണ്ട്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അനന്തൊരു വിശ്വാസിയാണോ? എന്തിൽ വിശ്വാസം? അല്ല, മതത്തിൽ അല്ലെങ്കിൽ അല്ല, ഇല്ല. ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം തന്നെ അതാണോ? അല്ലല്ല, മതത്തിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും അങ്ങനെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനമുണ്ട്. അതായത് മൊത്തത്തിലുള്ള ഒരു എനർജി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ആ എനർജിയിൽ എനിക്ക് വിശ്വാസമാണ്. ആ യൂണിവേഴ്സൽ എനർജി എനിക്ക് കിട്ടാനായിട്ട് എനിക്കിപ്പോ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഈ മണിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. ഓം എന്ന് പറയുന്ന വാക്കിന് ഒരു ഭയങ്കര ഒരു വൈബ്രേഷൻ ഉണ്ട്, അവിടെ എനിക്കത് കിട്ടും. അതേ സാധനം തന്നെ എനിക്ക് ആൽമരത്തിന്റെ ചോട്ടിൽ നിന്ന് എനിക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ എന്റെ ഭ്രാന്തുകളൊന്നും മല കയറാൻ പോകുമ്പോഴും കിട്ടും. അപ്പോൾ ആ എനർജിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ സ്റ്റേജിലേക്ക് എത്തിയത് എപ്പോഴാണ് തിരിച്ചറിവ് വന്നത്? അത് ശരിക്കും അത് പഠിച്ചു തുടങ്ങിയിട്ട് തന്നെ അറിയും കേട്ടോ. കാര്യം ഞാനൊരു സാധാരണ ഒരു ടിപ്പിക്കൽ ഫാമിലിയിൽ ജനിച്ചു വന്ന ഒരു സാധാരണ ഒരാളാണ്. അപ്പം എനിക്കങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഇനിഷ്യലി ഒന്നും ഉണ്ടായില്ല. ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇങ്ങനെ പഠിച്ച് വരുന്ന സമയത്ത് മാറിയതാണ്. പക്ഷെ ഈ പറഞ്ഞ എന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ പോകാറില്ല, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പോകാറുണ്ട്. ഇപ്പൊ ദേവദൂതൻ സിനിമ എടുക്കുകയാണ്, അതിന്റെ ഒരു കോട്ടുണ്ട്, ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്, എന്തോ കേൾക്കാൻ ആ ഒരു കോട്ടുണ്ട്. അപ്പൊ ഈ സീക്രട്ട് ലെറ്റർ എന്നുള്ള ആ ഒരു ഇത് എങ്ങനെയാണ് കിട്ടിയത്? എന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? എന്താണ് അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കും. കാര്യം ബ്രോ പറഞ്ഞ ആ ഒരു കാര്യമായിട്ട് ഈ ഷോയ്ക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോ. അത് ശരിക്കും നിങ്ങളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ ഒരു സോള് മനസ്സിലാവുള്ളൂ. മറ്റേ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ അകത്തൊരു സോൾ ഉണ്ട് ബ്രോ. അത് ശരിക്കും നിങ്ങൾ വായോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ബ്രോ, നമുക്ക് എല്ലാവരെയും ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പൊ ബ്രോയുടെ അടുത്ത് ചലഞ്ചിങ് ആയിട്ട് ഒരാൾ വരാണ്, ഞാൻ ഒന്നും അങ്ങനെ ആവില്ല എന്നുള്ള രീതിയിൽ വന്ന് ബ്രോന് ചലഞ്ചിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ആളെ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുമോ? ചലഞ്ചിങ് ആയിട്ട് വന്നാലും ഇല്ലെങ്കിലും ഹിപ്നോട്ടിസം അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു 2016-17 ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ കുറച്ച് ലീഗലി ഉള്ള കുറെ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കിയ സമയം മുതലേ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്താണ്. സിവിയർ ആയിട്ടുള്ള ഹിപ്നോട്ടിക് എഫക്ട്സ് ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബ്രോ പറഞ്ഞ ചോദ്യം സജസ്റ്റബിലിറ്റി അനുസരിച്ചിരിക്കും. അതായത് ഭയങ്കര ഒഫൻസീവ് ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ മരിച്ചവരെ മാത്രമാണ് കാണാൻ പറ്റുന്നത്, അല്ലാത്തവരെയൊക്കെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ആ തോന്നല് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ മറ്റേ ലാലേട്ടനെ മുൻപ് അത് തോന്നലാണ് കേട്ടോ, അതൊന്നും അങ്ങനെ റിയൽ അല്ല. ശരിക്കും നിങ്ങൾ ഈ വീഡിയോസിന്റെ ഒക്കെ അവസാനത്തെ 30 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾ റീലിൽ കാണുന്നത്, ഇവരൊക്കെ ഇടുന്നത്. അതിന് മുമ്പ് കുറെ പരിപാടി ഉണ്ട്, അതിലേക്ക് എത്തിക്കാനുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നതാണ്.
എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഹാംഫുൾ അല്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും, അവരുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാത്ത കാര്യമാണെങ്കിൽ ചെയ്യാറുണ്ട്. ഡിപ്പെൻസ്, അത് പെർട്ടിക്കുലർ ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇല്ല ബ്രോ, ഞാൻ ഇത്രയും നേരം ഞാൻ അതിനെ എഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വിളിച്ചത് പെർഫോമൻസ് സ്ട്രിക്ട്ലി നമ്മുടെ ഷോയിലേക്ക് മാത്രമായിട്ട് നമ്മളിപ്പോ സ്ട്രിക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അത് എനിക്ക് മനസ്സിലായി ബ്രോ, നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂസിൽ ഒന്നിലും നമ്മളിപ്പോ പെർഫോമൻസ് ഒന്നും ചെയ്യുന്നില്ല. സ്ട്രിക്ട്ലി നമ്മൾ തീരുമാനിച്ചതാണ്, അതായത് ഇനി ഷോയിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സോറി. അതേപോലെ ഇപ്പൊ എല്ലാ മനുഷ്യർക്കും ഇപ്പൊ ബാഡ് മെമ്മറീസ് ഉണ്ടാവും, ഗുഡ് മെമ്മറീസ് ഉണ്ടാവും. അപ്പം ഈ മെന്റലിസത്തിലൂടെ ഇപ്പൊ കുറച്ച് നേരത്തേനെങ്കിലും അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അങ്ങനെ നമുക്കിപ്പോ ട്രോമയുള്ള ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത എന്തെങ്കിലും കാര്യം മറക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ആണോ? സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും, കൺസൾട്ടേഷൻ വിടും. ഇച്ചിരി സിവിയർ ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ സൈക്കാട്രി വിങ്ങിലേക്ക് പോകേണ്ട കേസാണെങ്കിൽ അങ്ങനെ ചെയ്യും. എനിക്കൊരു സൈക്കോളജി ടീമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവർ കൺസൾട്ടേഷൻസ് ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ അവർ തന്നെയാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് വിടുക. ഡയറക്ഷനിലേക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഡയറക്ഷൻ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഷോ ഞാനാണ് ഡയറക്ട് ചെയ്തത്. അപ്പം ഇനിഷ്യലി എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതിന്റെ ആൾക്കാർ നമ്മുടെ മനസ്സിൽ ഒരു എലമെന്റ് ഉണ്ട്, അത് പോർട്രേ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് കേട്ട സത്യമാണ്, അതുണ്ടാവും. അത് ഇതുപോലെ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. സ്ക്രിപ്റ്റ് ആയി ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞു. സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷൻസ് നടക്കുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം എനിക്കിപ്പം ഈ കേരളത്തിലെ ഈ ഓഗസ്റ്റ് 2 കൊച്ചി ഷോയും സെപ്റ്റംബർ 4 കാലിക്കറ്റ് ഷോ ആണ്. ഇതിന്റെ ഇൻബിറ്റ്വീനും ഇതിന് ശേഷവും അബ്രോഡ് ഷോസ് ഉണ്ട്. ഓഗസ്റ്റിൽ UAEയും ഖത്തറും ഉണ്ട്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ UK അയർലാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓൾമോസ്റ്റ് നമ്പർ വരെ പാക്ട് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ സീരിയസ് ആയിട്ട് നമുക്ക് അതിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായാലും എല്ലാം അതിന് ശേഷമേ പറ്റുള്ളൂ. സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരണമല്ലോ. അപ്പം മെയിൻ ലീഡ് ചെയ്യുന്ന ആളിന് ഈ ഒരു എന്റെ മനസ്സിലൊരു സാധനമുണ്ട്. ആ എലമെന്റ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്ക് ഞാൻ പോർട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അത് പറ്റുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇട്ടല്ലോ. അപ്പൊ അതെല്ലാം പിന്നെ പറയാം. ഈ സിനിമ പ്രവർത്തകര്, അതായത് ഇപ്പൊ സംവിധായകരോ റൈറ്റേഴ്സോ ആരെങ്കിലും ഇപ്പൊ ഇതുപോലുള്ള മെന്റലിസവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിൽ താങ്കളുടെ ഒരു സജഷനൊക്കെ ചോദിക്കാൻ ഫ്രണ്ട്സ് ഉണ്ട് ബ്രോ, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഷോയുടെ തിരക്കായിട്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ടോപ്പിക് വെച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓഗസ്റ്റ് 2 ഷോ എങ്ങനെയാണ് അതിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ? ഓഗസ്റ്റ് 2 JT പാക്കിലെ ഷോയ്ക്ക് ബുക്ക് മൈ ഷോയിലാണ്. ഇന്നിപ്പം ജൂലൈ 31. ഇനി എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാൾ രാവിലെ കൂടെ ബുക്ക് മൈ ഷോ ടിക്കറ്റ്സ് ക്ലോസ് ചെയ്യും. ഇപ്പൊ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആണ്. എനിക്ക് തോന്നുന്നു ഇനിയൊരു 100-ന് താഴെ എന്ത് സീറ്റ്സ് എന്താ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ടിക്കറ്റ്. ലിമിറ്റഡ് സീറ്റ്സ് ആണോ അവിടെ? JT പാക്കിന്റെ കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു 600 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 2 ഷോസ് വെച്ചത് ഒരു ദിവസം. ഞങ്ങൾക്ക് അത് റിസ്ക് ആണ്, കാര്യം ഇത്രയും വലിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ഒരു ഷോ സെറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര പാടായിരുന്നു. പിന്നെ കൊച്ചി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര രീതിയിലുള്ള എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ ഓൾമോസ്റ്റ് ഒരു കൈൻഡ് ഓഫ് റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു. അപ്പോഴത്തേക്കും വിചാരിച്ചിരുന്ന ഒരു ഷോയും കൂടെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതാണ്. ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ മൈസൂരിൽ നോക്കി ബുക്ക് മൈ ഷോ മാനേജറാണ്. ഇപ്പൊ അനന്തുവിന്റെ കൂടെ ഫുൾ ടൈം ഉള്ള ആളാണല്ലോ. അപ്പൊ അനന്തൊരു ചാൻസ് ആകുമ്പോൾ ഇതൊന്നും പഠിച്ചെടുത്ത കൊള്ളാം എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് മീൻസ് നമ്മൾ ഫസ്റ്റൊക്കെ ആദ്യ സമയത്തൊക്കെ അനന്തുവിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിൽ. അപ്പോൾ അതിനുശേഷം തൊട്ടാണ് അനന്തുവിൻ്റെ ഷോസൊക്കെ അങ്ങനെ ഷോസിലൊക്കെ ഒരു ഭാഗമാകാൻ അസിസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഫസ്റ്റ് ഭയങ്കര നമുക്ക് ഇൻട്രസ്റ്റിങ്ങും അത്രയും ഒരു വണ്ടർ ഇന്നും ആ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് അനന്ത് പറയും പോലെ അനന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. പക്ഷെ അതിന് പ്രാക്ടീസും അത്രയും വർഷത്തെ ഒരു ഇതും. പക്ഷെ ഞാനിത് പഠിച്ചാലും അനന്ത് ചെയ്യും പോലെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ, സ്റ്റേജിൽ അവതരിപ്പിക്കണമല്ലോ. അതൊരു പെർഫോമർക്കേ പറ്റൂ, അത് പറ്റത്തില്ല. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് എത്തേണ്ട ആൾക്കാരുടെ കയ്യിൽ ഇത് എത്തിയിട്ടേ കാര്യമുള്ളൂ. അനന്തും അതിൽ
മാസ്റ്ററാണ്. ഞാനിത് അതേപോലെ ഇപ്പം ഒരു മാജിക്കിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് അത് പ്രേക്ഷകന്റെ അത് അങ്ങനെ അത് ചെയ്തു എന്ന് അറിയാതിരിക്കുന്നതിലാണ് അത് വിജയിക്കുന്നത്. ഇപ്പൊ മെന്റലിസം എന്ന് പറയുന്നത് ഇപ്പം സെലക്റ്റീവ് ആയിട്ടുള്ള അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകൻ അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നു എന്ന് കാണുന്ന പ്രേക്ഷകൻ റിയലൈസ് ചെയ്യുമ്പോൾ അതിനുള്ള മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എല്ലാവർക്കും അവൈലബിൾ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ, അത് കുറയുമല്ലോ ചെയ്യുന്നത്. ആക്ച്വലി ആർട്ട് ജനകീയമാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് മാത്രം എത്തണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കണം. 2, എനിക്ക് ആക്ച്വലി ഇതിന് പിന്നിലുള്ള രഹസ്യങ്ങളെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നത് ഇതിന്റെ പെർഫോമൻസിലാണ്. ഇപ്പോൾ ആസ് എ പെർഫോമർ നമ്മൾ സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ആ മൊമെന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു മാജിക് അവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ആ മൊമെന്റ് വരെയും പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ, ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോടൊക്കെ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ആ മൊമെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ബോഡി ലാംഗ്വേജിന്റെ സാധ്യതകളെല്ലാം. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട് സ്പോട്ട് ഇംപ്രവൈസേഷൻ സംഭവിക്കാറുണ്ട്. ഒരു കൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡിന്റെ ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ രഹസ്യങ്ങൾ അതിലൊന്നുമല്ല, ഷോമാൻഷിപ്പിലാണ്. എങ്ങനെ ഏറ്റവും കൂടുതൽ ഇതിന്റെ മാജിക്കും അല്ലെങ്കിൽ ഇതിന്റെ മെന്റലിസം ഒന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കുറച്ച് നേരം അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അതൊരു സോൾ എങ്ങനെ കൊടുക്കാം, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. റിസ്ക് കൂടിയല്ലേ വിളിക്കുന്ന ആള് മൈൻഡ് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് ഓരോ റാൻഡം ആയിട്ടായിരിക്കുമല്ലോ ഒരാളെ വിളിക്കുന്നത്. അയാളുടെ മൈൻഡ് സ്റ്റേജ് എങ്ങനെയാണെന്ന് ആ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ കരുതി വെക്കാറുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേജിൽ. പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ അതിനെ അത്രയും റെസ്പെക്റ്റോടെ തന്നെ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അവരോട് വെറുതെ നമ്മൾ തട്ടി ചൂടായിട്ടൊന്നും കാര്യമില്ല. അവരെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. അവര് ഓക്കെ ഇല്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്നത്. ആ മൊമെന്റിൽ അവരെ കംഫർട്ട് ചെയ്യാനുള്ള ഒരു മനഃശാസ്ത്രം എനിക്കറിയാം. അതിന്റെ ഇങ്ങനെ പോകും. കേരളത്തിലെ വേറെ മെന്റലിസം ഷോകളും മെന്റലിസ്റ്റുമാരുണ്ട്, അപ്പൊ അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ എങ്ങനെ? വളരെ നല്ല രീതിയിലുള്ള സൗഹൃദം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുമെന്നറിയില്ല, ടെറൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് പുറത്തുള്ളതാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഷോ റീസെന്റ് ആയിട്ട് നമ്മൾ പുറത്ത് കാണാൻ പോയി, ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഷോ കാണാൻ പോയ സമയത്ത് ഇതുപോലെ എൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, പെർഫോമറാണ്. അപ്പൊ അങ്ങനെ എല്ലാവരിലും ഒരു കൈൻഡ് ഓഫ് എനിക്ക് എല്ലാവരെയും ഒരു സൗഹൃദപരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ എപ്പോഴും എതിർക്കുന്നത് ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ഒരു കൈൻഡ് ഓഫ് കൾച്ചറാണുള്ളത്. എന്നാലും അവരുടെ ഷോ കാണുമ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നു എന്നൊരു തോന്നല്, അല്ലെങ്കിൽ ആനന്ദിന് അറിയാത്തൊരു സീക്രട്ട് അങ്ങനെ എന്തുപോലും വന്നിട്ടുണ്ട്, അത് പെട്ടെന്ന് മനസ്സിലാവും അവര് ചെയ്യുന്നതും? അല്ല ബ്രോ, ഇത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമില്ല. അത് നമുക്ക് അങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ പഠിച്ചത് അബദ്ധമായി തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം അത് അറിയാതിരിക്കുന്നതാണ് അതിന്റെ ഭംഗി. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇതാണ്, എനിക്കറിയാത്ത ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടാവണേ എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം അത് നമ്മളെ ആസ് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ, ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഫാക്ടറാണ് അത് ആക്ച്വലി. പുതുതായിട്ട് എന്തെങ്കിലും ഇൻവെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് പുതിയ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ബ്രോ. ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ സീക്രട്ട് ലെറ്ററിൽ തന്നെ നമ്മുടേതായിട്ടുള്ള അത് ഈ എഫക്റ്റ് വൈസ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിലായിരിക്കില്ല, അതിൻ്റെ അകത്ത് ആ ഒരു ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഷോയ്ക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഈ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഷോ, അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഇത്ര മണിക്കൂറുകൾ ചെയ്തൊരു ഷോ, അങ്ങനെ എന്തെങ്കിലും ഒരു വേൾഡ് റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ ചെയ്യണം ഭാവിയിൽ എപ്പോഴെങ്കിലും? ഇല്ല, സ്റ്റിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ എൻ്റെ ഇന്റൻഷൻ ആക്ച്വലി ഒരാൾ പോലും ഷോ കണ്ടിട്ട് ഒരുപാട് മൊമെന്റ്സും ഈ പറഞ്ഞ മൊമെന്റ്സ് ഒന്നും കിട്ടാതെ പോരുത്. ഇത്രേ ഉള്ളൂ. എന്തായാലും ഒരു ഷോ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എനിക്കത് മാത്രം പോരാ. പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് സംതിങ് സ്പെഷ്യൽ ഉണ്ടാവണം. അത് മാത്രമേ ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ പ്രേതം സിനിമയിൽ ജയസൂര്യ പോലീസ് ഓഫീസറെ സഹായിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ അത് മണ്ണിൽ അങ്ങനെ തന്നെയാണ്. അപ്പോ അനന്തുവിന്റെ സുഹൃത്തോ അല്ലെങ്കിൽ അനന്തു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അതായത് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടോ? ഞാൻ രാവിലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ ഒരു കാര്യം പറയാം. മെന്റലിസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പോലീസുകാരെ ഒന്നും സഹായിക്കാൻ പറ്റില്ല. അതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആണ്. മെന്റലിസ്റ്റിന് അങ്ങനെ ചെയ്യാനുള്ള ഇതൊന്നുമില്ല. ബിയോണ്ട് ദി സബ്ജക്ട്, ബോഡി ലാംഗ്വേജ് ആയാലും ബിഹേവിയർ പ്രൊഫൈലിംഗ്, ഞാൻ ഒരുപാട് ടെക്നിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കൽ മാക്സിമം ലിമിറ്റ് ചെയ്ത് പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്.
ഇതിന്റെ സാധ്യതകൾ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇൻട്രോവേഷൻ ടൈമിൽ അസംഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്ന് വെച്ച് അത് 100% ശരിയാണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോ നുണപരിശോധന പോലും അങ്ങനെ ഇപ്പോ തെളിവായിട്ട് അങ്ങനെ എടുക്കുന്നില്ല, കോടതിയിൽ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പോ അസ്യൂം ചെയ്ത് ഒരു ഇത് കൊടുക്കാം. അതും ഞാൻ പിന്നെയും പറയുന്നു, മെന്റലിസ്റ്റ് അനന്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്. എനിക്ക് മെന്റലിസത്തിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന വേറെ കുറെ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ വേണമെങ്കിൽ ചെയ്യാം. കമന്റ് ബോക്സിലൊക്കെ മിക്കപ്പോഴും ആളുകൾ ചോദിക്കുന്നത് എന്നാ പിന്നെ അവർക്ക് പോലീസ് ചേർന്നാൽ പോലെ അങ്ങനത്തെ കേസ് സിമ്പിൾ ആയിട്ട് ഒരിക്കലും പറ്റില്ല ബ്രോ. അതാ ഞാൻ പറഞ്ഞത്, മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ്. അതിന്റെ ഈ തിയേറ്റർ ആക്ടിങ് ഇങ്ങനെ പെർഫോമിങ് ചെയ്യുന്നത് ഇതാണ് അതിന്റെ ഒരു പരിപാടി, അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു മിസ്ബിലീഫാണ്. എന്തായാലും ആഗസ്റ്റ് 2 വലിയൊരു വിജയം ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ഷോ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും എത്തിക്കാൻ പറ്റട്ടെ. വലിയൊരു ഹിസ്റ്ററി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആയി മാറ്റം ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അനന്ത്, ഇപ്പൊ പെർഫോം എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവരെല്ലാരും വന്ന സ്ഥിതിക്ക് ചെറിയ എന്റർടൈൻമെന്റ് പെർഫോം ചെയ്യാൻ പറ്റാത്തവരാണെന്ന് അറിയാം. പക്ഷെ 3 പേരും നന്നായിട്ട് പാടുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പാടില്ലല്ലോ, മിത്ത് പാടും. ഞാൻ പാടില്ല, മിത്ത് പാടും. ഞങ്ങൾ ആരും പാടും. ഇത് ചോദിച്ച ആളൊന്നും ഒരു പാട്ട് പാടിയാ നമുക്ക് എന്താ ഇല്ല. ഞങ്ങളുടെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്ന ഒരു ഷോയെ കുറിച്ച് സംസാരിക്കാൻ വന്നു. അതിനെക്കുറിച്ച് നമ്മൾ വാദം ഇനിയും സംസാരിക്കാം. പാട്ട് വേറൊരു കാറ്റഗറി, അത് നമുക്ക് പിന്നെ പാടാം. ഇല്ല പാടില്ല, നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഈ മോഹൻലാലിനെ കാണുന്ന അത് കേൾക്കാത്ത സൗണ്ട് കേൾക്കുക, പാട്ട് കേൾക്കുക, സബ് കോൺഷ്യസിന് മാത്രമാണ് അത് വർക്കാവുള്ളൂ, അതോ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അത് വർക്കാവും? ബ്രോ, അത് ഇച്ചിരി ടെക്നിക്കലാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ശരിക്കും ഒരു തോന്നലാണ്, ഒരു തോന്നിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഫീലിംഗ് ആണ്, ഒരു കൈൻഡ് ഓഫ് 2.5 മണിക്കൂർ സിനിമ ടിക്കറ്റ് ചാർജ് തന്നെ ആയിരിക്കും ഇവിടെ. തിയേറ്റർ ആക്ട് ഡിഫറെന്റ്ലി വേറെ കൾച്ചർ അല്ലേ ബ്രോ. സിനിമ ഒരുപാട് തിയേറ്റേഴ്സിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഷോ അങ്ങനെ ഒരുപാട് ലാർജ് സ്കെയിൽ അത്രയും തിയേറ്റേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിനാൻഷ്യലി പരിപാടി എല്ലാം ഞങ്ങൾക്ക് സെക്കൻഡറി ആണ്. അപ്പോൾ അൾട്ടിമേറ്റ് ഗോള് അതിന്റെ പ്രൊഡക്ഷൻ ഹൈ ആയിരിക്കണം, വരുന്നവർക്ക് തിയേറ്ററിക്കൽ എഫക്ട്സ് ഉണ്ടായിരിക്കണം, അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഫിനാൻഷ്യലി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറെ സ്പോൺസേഴ്സിനെ ഷോയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കി അറിയാം, എന്റെ പ്രൊഡക്ഷൻ ചെയ്ത ഇതുവരെ ഈ വർഷം 2026 ഓഗസ്റ്റ് വരെ ചെയ്ത ഒരു ഷോയ്ക്കും ഞങ്ങൾ സ്പോൺസേഴ്സിനെ എടുത്തിട്ടില്ല. മീൻസ് കേരളത്തിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്ത ഷോയ്ക്ക് സ്പോൺസേഴ്സിനെ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല. അത് പറ്റും. അത് കുറച്ചുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് സ്കെയിലിൽ എനിക്കറിയാം സാധാരണക്കാരിൽ ഒരുപാട് ആൾക്കാർ ഷോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ ഒരു പ്ലാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പ് ആണോ എന്താണ് പ്ലാൻ എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഡിസ്കഷൻ നടക്കുകയാണ്. ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരാം.